What is up guys, welcome to a brand new video and on this episode, well guys, നല്ലപോലെ വർക്ക്ലോഡ് റൺ ചെയ്യാൻ പറ്റുന്ന 8K വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻഡ് 3D ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി PC ബിൽഡാണ് ഇത്. So this build is for Deepak Pro and he also has a gaming channel. It's called AK Soto Gaming and ഞാൻ ഇവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. So go say hi to him. So നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ we thought ഒരു 3 lakhsനകത്ത് വീഡിയോ എഡിറ്റിങ്ങും 3D ഡിസൈനിങ്ങും റെൻഡറിങ്ങും എല്ലാം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് വിത്ത് ഒരു മോണിറ്റർ ബിൽഡ് ചെയ്യുന്നതായിരുന്നു പ്ലാൻ. And then we spoke more, കൂടുതൽ ഡിസ്കഷൻസ് ഒക്കെ ആയി and finally ended up with a budget of 3.8 lakhs. So 3.8 lakhsനകത്ത് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ ഒരു PC എങ്ങനെ സ്പെക്ക് ചെയ്യാം, ഇങ്ങനെ സ്പെക്ക് ചെയ്യാം. So let's go build this PC together and then ഈ PCനെ ഫുള്ളി ഞാൻ walk through ചെയ്തു തരാം. ഈ ബിൽഡിനെ we call it Aura Farm. ഈ PC is honestly the Aura Farm. So ഈ ബിൽഡിന് നമ്മുടെ പ്രോസസർ ഓഫ് ചോയ്സ് is a Ryzen 9 9950X 16 core 32 threads absolute rendering and workstation beast ആണ് ഈ സാധനം. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് 5.7 GHz ബൂസ്റ്റ്. അത്രയും കോർ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങൾ വീഡിയോ എഡിറ്റർ ആണെങ്കിൽ എഡിറ്റിംഗ് പെർഫോമൻസ് ഭയങ്കര സ്മൂത്തായി നടക്കും. 3D റെൻഡറിങ് ചെയ്യണമെങ്കിൽ അതും വളരെ സ്മൂത്തായി നടക്കും. ഇത്രയും കോർ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്റൽ പ്രോസസ്സ് ഒരു റെൻഡർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സർ റെൻഡർ തീർത്ത് അടുത്ത് എന്ത് റെൻഡർ ചെയ്യണം കുട്ടാ എന്ന് നിങ്ങൾ ചോദിക്കും. ആൻഡ് ഈ പ്രോസസർ ഹോൾഡ് ചെയ്യാൻ നമ്മുടെ മദർ ബോർഡ് ഓഫ് ചോയ്സസ് ഓർ X870EP Wi-Fi. ഈ മദർ ബോർഡിൻ്റെ പേരിലെ കൂടെ ഒരു കാണുന്നില്ലേ, ഈ സ്റ്റാൻഡ് ഫോർ എക്സ്ട്രീം സീരീസ്. അതായത് കുറച്ച് ഹെവി ഓവർ ക്ലോക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്സ് ആണ് ഈ സീരീസ്. സോ നിങ്ങൾ എപ്പോഴും 870 സീരീസ് ചിപ്പ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഡിഫറൻസ്. ആ ബോർഡിന്റെ പേരിൽ കൂടെ ഒരു ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രോസസറിന് എക്സ്ട്രീം ഓവർ ക്ലോക്കിംഗ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സ്ട്രീം ലെവൽ ഓവർ ക്ലോക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ എക്സ്ട്രീം ഓവർ ക്ലോക്സ് ഒരു എന്തൂസിയസ് ഫീച്ചർ അല്ലേ എന്നാണ് നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതെ, അതൊരു എന്തൂസിയസ് ഫീച്ചറാണ്. പ്രോബ്ലി നിങ്ങളൊരു 70 to 80% മേലുള്ള ആൾക്കാരും ഈ ഫീച്ചർ ഉപയോഗിക്കത്തില്ല. പക്ഷേ എന്നാലും ഇറ്റ്സ് ഗുഡ് ടു നോ ഈ സീരീസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഓവർ ക്ലോക്ക് സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് തന്നെയാണ് നമ്മൾ ഈ ബിൽഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അഗൈൻ ദിസ് ഇസ് ആൻ എക്സ്ട്രീംലി എക്സ്പെൻസീവ് PC ബിൽഡ്. ആൻഡ് നമ്മൾ ഈ മദർ ബോർഡിൻ്റെ പോർട്ട് സെലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വളരെ എക്സ്റ്റെൻസീവ് 1 scene ലെവൽ ഓഫ് പോർട്സ് ആണുള്ളത്. അതിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു 20 Gbps മേലിൽ സപ്പോർട്ടുള്ള ടൈപ്പ് A പോർട്സ് ഉണ്ട്, 40 Gbps സപ്പോർട്ടുള്ള ടൈപ്പ് C പോർട്സ് ഉണ്ട്, വളരെ ഹൈ ബാൻഡ്വിഡ്ത്ത് LAN കണക്ഷൻസ് ഉണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ ഒരു വർക്ക് സ്റ്റേഷന് വേണം ആ IOs എല്ലാം ഈ മദർ ബോർഡിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു പ്രോ സീരീസ് ബോർഡ് ആയതുകൊണ്ടും എക്സ്ട്രീം സീരീസ് ബോർഡ് ആയതുകൊണ്ടും തന്നെ വളരെ ഹൈ ക്വാളിറ്റി VRMs ഉണ്ട്. സി ആസ് യു കൻ സി ഇതിൻ്റെ VRM ക്വാളിറ്റി ഈസ് എക്സ്ട്രീംലി ഗുഡ്, വളരെ സോളിഡ് ആണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ സോക്കറ്റ് ഉണ്ടല്ലോ, ഇതാണ് ദി AM5 സോക്കറ്റ്. ആൻഡ് AMD പറഞ്ഞിരിക്കുന്നത് 2029 വരെയുള്ള എല്ലാ പ്രോസസർ അപ്ഗ്രേഡ്സും ഈ സോക്കറ്റിൽ കിട്ടുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഈ PC ബിൽഡ് ചെയ്താൽ ഒരു 2 to 3 years കഴിഞ്ഞ് പുതിയ പ്രോസസർ ഈ ഫുൾ PC ആയിട്ട് നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. ഓൾ യു ഹാവ് ടു ഡു ഈ പ്രോസസർ അങ്ങോട്ട് സ്വാപ്പ് ചെയ്യുക, പുതിയ പ്രോസസർ വാങ്ങിച്ചിടുക ആൻഡ് യു ആർ സെറ്റ്. സോ ഇത്രയും ഫ്യൂച്ചർ പ്രൂഫ് ആണെങ്കിൽ പോലും ഈ സോക്കറ്റ്സ് വളരെ ഫ്രാജിലാണ്. അതുകൊണ്ട് തന്നെ പ്രോസസർ ഇടുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇടുക. ഒരു ചെറിയ പ്രഷർ മിസ്മാച്ച് ചെയ്താൽ തന്നെ പിൻപെൻഡാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ ബി വെരി കെയർഫുൾ. സോ നമ്മൾ ഈ ബിൽഡ് തുടങ്ങിയപ്പോൾ 32 GB RAM വെച്ച് ബിൽഡ് ചെയ്യാം എന്നായിരുന്നു നമ്മൾ ഇനീഷ്യൽ ഡിസ്കഷനെങ്കിലും. പിന്നെ ക്ലൈൻറ്റ് ബ്രോ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല, നമുക്ക് 64 GB RAM തന്നെ വെക്കാമെന്ന്. ആൻഡ് വിച്ച് ഇസ് അഗൈൻ വൈ ഐം ടെല്ലിങ് യു, ഇതൊരു മാക്സ് ഓറ ബിൽഡാണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു കോളേജും കട്ട് ചെയ്തിട്ടില്ല. ആൻഡ് 64 GB ആകുമ്പോൾ സ്പെഷ്യലി 32 GB 6 ആയിട്ട് ഇടുമ്പോൾ തന്നെ യു ഗെറ്റ് ഒരു ഭയങ്കര നല്ല മെമ്മറി ഒപ്റ്റിമൈസേഷനും ഭയങ്കര നല്ല പെർഫോമൻസും കിട്ടും. പിന്നെ 64 GB RAM ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 8K റെൻഡറിംഗ് വർക്ക് ലോഡ്സും AI ഇമേജ് ജനറേഷനോ മോഡൽ റണ്ണിംഗ് വർക്ക് ലോഡ്സും ഒക്കെ വളരെ സിമ്പിളായി നടക്കും. 64 GB 6000 MHz CL30 വളരെ കുറച്ച് ക്യാഷ് ലേറ്റൻസി ഉള്ള വളരെ നല്ല സ്പീഡുള്ള ഒരു അടിപൊളി കപ്പാസിറ്റി ഉള്ള 64 GB 2 സ്റ്റിക്സ്. ഇനി സ്റ്റോറേജിന് വേണ്ടി ഒരു 5150 Mbps റീഡ് റൈറ്റ് സ്പീഡുള്ള ഒരു വളരെ റിലയബിൾ WD Blue NVMe SD ആണ് നമ്മൾ എടുത്തേക്കുന്നത്. 5000 Mbps ആകുമ്പോഴത്തേക്ക് വർക്ക് ഫ്ലോയിൽ വളരെ സ്മൂത്ത് ആയിരിക്കും. ആൻഡ് ഗൈസ്, ഐ റിയലി വിഷ് കൂടുതൽ മാനുഫാക്ചറേഴ്സ് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൈസ് ആയിരുന്നു. സോ ഈ ബോർഡിനകത്ത് ഒരു ഈസി റിലീസ് സ്വിച്ച് ഉണ്ട്. സോ നിങ്ങൾക്ക് NVMe വരണമെങ്കിൽ സ്പെഷ്യൽ ടൂൾസിൻ്റെ ആവശ്യമില്ല. ഈ ബട്ടൺ കണ്ട് ഞെക്കുക, അപ്പോൾ ഈ സാധനം റിലീസ് ആയി വരും. ഇനി നമുക്ക് SD ഇടുക ആൻഡ് ദെൻ ബി ഡൺ. സോ എല്ലാവരും ഈ ഈസി റിലീസ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഗൈസ്, അടുത്തയാണ് നമ്മുടെ കൾട്ട് ക്ലാസിക്. ഓക്കെ, ആർട്ടിക്കിൻ്റെ ലിക്വിഡ് ഫ്രീസർ 360 ARGB കൂളർ. വെയിറ്റ്, 360 Pro ARGB കൂളർ. നിങ്ങളൊരു 30,000 രൂപയുടെ ROGയുടെ കൂളർ എടുത്ത് ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്താലും ദിസ് തിങ് വിൽ ഔട്ട് പെർഫോം ദാറ്റ്. ഇവരുടെ മെയിൻ 2 ഹൈലൈറ്റ്സ് ആണ്. ഒന്ന് ഇവരുടെ പമ്പിൻ്റെ ക്വാളിറ്റിയും, 2 ഇവരുടെ റേഡിയേറ്ററിൻ്റെ ക്വാളിറ്റിയും. യൂഷ്വൽ ലിക്വിഡ് കൂളേഴ്സിനെക്കാളും ഇവരുടെ റേഡിയേറ്റർ കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ദി ഓൺലി തിങ് ഇസ് ഇവരുടെ റേഡിയേറ്റർ കുറച്ചുകൂടെ വലുതായിട്ട് എല്ലാ കേസിലും എപ്പോഴും ആർട്ടിക്കിൻ്റെ കൂളർ സപ്പോർട്ട് ആവണമെന്നില്ല ബിക്കോസ് ഓഫ് ദ തിക്കർ റേഡിയേറ്റർ. പക്ഷേ നിങ്ങൾ അത്യാവശ്യം വലിയ കേസിലാണ് ബിൽഡ് ചെയ്യുന്നത്, നിങ്ങളുടെ കേസിന് ആവശ്യത്തിന് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ഐ വുഡ് ഓൾവേസ് ഗോ ഫോർ ആർട്ടിക്. ആൻഡ് എന്ത് ഹയർ എൻഡ് പ്രോസസർ ആയിക്കോട്ടെ, Ryzen 9ൻ്റെ ഏറ്റവും ഹയസ്റ്റ് എൻഡ് വേരിയൻറ്റ് ആയിക്കോട്ടെ എന്ന് എനിക്ക് പറയണ്ട. കാരണം ഇവിടെ നമ്മൾ അവരുടെ ഏറ്റവും ഹയസ്റ്റ് വേരിയൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിനെ ഭയങ്കര നൈസായിട്ട് കൂൾ ചെയ്യുന്ന ഒരു കൂളറാണ് ആർട്ടിക്കിൻ്റെ ലിക്വിഡ് ഫ്രീസർ 360 Pro ആൻഡ് വിത്ത് ഒരു 6 years വാറണ്ടി. അതാണ് ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫാൻസ് ഉണ്ടോ, ഇത് ആർട്ടിക്കിൻ്റെ വളരെ ഹൈ പെർഫോമൻസ് പ്രോ സീരീസ് ഫാൻസ് ആണ്. പക്ഷേ നമ്മൾ ഈ ഫാൻസ് റിമൂവ് ചെയ്യും. എന്നാലും നമ്മൾ ഈ ഫാൻസ് വേസ്റ്റ് ആകത്തില്ല. ഇതെന്തിനാണ് ഞാൻ റിമൂവ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. A few minutes later. തൽക്കാലം ഈ
വളരെ അടിപൊളി പെർഫോമൻസ് ഉള്ള ഫാൻസ് ഒന്ന് മാറ്റി വയ്ക്കാം. സോ ആർട്ടിക്കിൻ്റെ ഇത്രയും നല്ല ഫാൻസ് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കത്തില്ല, ബിക്കോസ് ഇതിൻ്റെ എയർ ഫ്ലോ ഇസ് അൺമാച്ച്ഡ്. സോ what we gonna do is we're gonna go push pull. അപ്പോൾ കേസിൻ്റെ ഫാൻസ് നമ്മൾ ഫ്രണ്ട് മൗണ്ട് ചെയ്യും, ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ബാക്കിൽ മൗണ്ട് ചെയ്യും. സോ എയർ ഫ്ലോ വിൽ ഗോ ലൈക്ക് ദിസ്. അപ്പോൾ ഒരു പുഷ് പുൾ കോൺഫിഗറേഷനായി. പുഷ് പുൾ ആകുമ്പോൾ നമ്മുടെ പ്രോസർ ഇനിയും കൂടുതൽ തണുക്കും. സോ പ്രോസർ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആവും, കൂളിംഗ് വളരെ ഒപ്റ്റിമൈസ്ഡ് ആവും. സോ ഇത് കേസിൽ ഫിറ്റ് ആയാൽ, കേസിൽ ഫിറ്റ് ആയില്ലെങ്കിൽ നമ്മൾ പെടും കേസ്. കാര്യം ദിസ് റേഡിയേറ്റർ ഇസ് thick. സോ കേസിൽ ഫിറ്റ് ആവുന്ന പ്രതീക്ഷയോടെ ലെറ്റ്സ് കണ്ടിന്യൂ ദിസ് ബിൽഡ്. ഇറ്റ്സ് കേസ് ടൈം ബോയ്സ്, ഇറ്റ്സ് കേസ് ടൈം. ആൻഡ് ഇന്ന് നമ്മുടെ ബിൽഡ് കേസ് ഇസ് ദ ടാഗ് സൂപ്പർനോവ. സോ ഗൈസ്, മേലിൽ ടെമ്പർ ഗ്ലാസ്, സൈഡിൽ ടെമ്പർ ഗ്ലാസ്, ഫ്രണ്ട് ടെമ്പർ ഗ്ലാസ്, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 7 ഫാൻസ്, എല്ലാം മറ്റേ വളരെ പ്രിസ്മാറ്റിക് RGB ഉള്ള ഫാൻസ്. പക്ഷേ ഈ കേസിനെ പറ്റി എന്ത് നല്ല കാര്യം പറയുന്നതിന് മുമ്പും നമുക്ക് കാര്യം ചെയ്യണം ഗൈസ്. പുഷ് പുൾ കോൺഫിഗറേഷൻ ഇത് വർക്ക് ആവില്ലെന്ന് നോക്കണം. അത് വർക്ക് ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ബിൽഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ വിൽ സീ ദാറ്റ് പുഷ് പുൾ കോൺഫിഗറേഷൻ വർക്ക്സ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റി ഫാൻസ് മൗണ്ട് ചെയ്യാൻ നോക്കാം. A few moments later. ഫാൻ അഴിക്കുമ്പോഴും എൻ്റെ ഹോപ്പ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ഫിറ്റ് ആവുമെന്ന്. കാര്യം ഇതിൻ്റെ ബാക്കിലെ ക്ലിയറൻസ് കുറച്ച് കുറവാണ്. സോ ഗൈസ്, ഫിറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഈ കേസ് മൊത്തമായിട്ട് മാറ്റി വരും. സോ ഗൈസ്, നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ മൗണ്ട് ചെയ്യാമെന്ന്, ഞങ്ങളുടെ ഫ്രണ്ടിൽ മറ്റേ ഫാൻസ് വയ്ക്കാമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതുണ്ടോ, ഈ ഫാൻസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ കാണുമ്പോൾ നോക്കിയാൻ തോന്നും. പിന്നെ നമ്മൾ മേളിലേക്ക് ഈ ഫാൻസ് മൗണ്ട് ചെയ്യുന്നു. അപ്പോൾ ക്ലിയറൻസ് ഉണ്ടോ, ഇത്രയും ക്ലിയറൻസ് ഉണ്ടോ. പക്ഷേ ഇവിടെ നമ്മുടെ മദർ ബോർഡും ഗ്രാഫിക് കാർഡ് വരുമ്പോൾ ഗ്രാഫിക് കാർഡ് ഇവിടെ തട്ടും. സോ ക്ലിയറൻസ് പ്രോപ്പർ ആവത്തില്ല. നമ്മൾ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് പോയിട്ട് ഈ 3 ഫാൻസ് ഊരി ഈ 3 ഫാൻസ് ബാക്ക് മൗണ്ട് ചെയ്ത് പിന്നെ റേഡിയേറ്റർ വെച്ച് പിന്നെ ഈ ഫാൻസ് മൗണ്ട് ചെയ്യുമ്പോൾ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കാം. സോ നമ്മൾ പുഷ് പുൾ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്താണ് ടു പുട്ട് ദ മദർ ബോർഡ് ബാക്ക് ഇൻ ടു ദ കേസ്. അടുത്ത ഈ പവർ സപ്ലൈ ബോയ്സ്. അറ്റ് പവർ സപ്ലൈ we've gone with Helios P2 1000G. ഗെയിം ഡിയേഴ്സിൻ്റെ ഗോൾഡ് റേറ്റ് പവർ സപ്ലൈ ആണ്. ATX 5.1 സപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് 5070 അല്ലെങ്കിൽ അതിന് മേളിലെ കാർഡ് വയ്ക്കുമ്പോഴത്തേക്ക് നേറ്റീവായിട്ട് ആ സിംഗിൾ കേബിൾ കൊടുത്താൽ മതി പവർ ചെയ്യാൻ വേണ്ടി. അഡാപ്റ്റേഴ്സിന് ഒന്നും ആവശ്യമില്ല. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് ദിസ് തിങ് ഇസ് ടൈബനീസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ് ഈ പവർ സപ്ലൈക്ക് ഉള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ക്വൈറ്റ് ഹെവി. പവർ സപ്ലൈ എടുക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ക്വാളിറ്റിയുടെ ഏറ്റവും ഈസിയസ്റ്റ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇത് മോഡലർ പവർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടെ മോഡലർ കേബിൾസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് എല്ലാ കേബിൾസിൻ്റെ ആവശ്യമില്ല. ആൻഡ് സോ നമ്മുടെ CPU പവർ പിൻ വേണം, മദർ ബോർഡിന് 24 പിൻ വേണം, പിന്നെ ഗ്രാഫിക് കാർഡ് പിൻ വേണം. ഇത്രയും മതിയാവും. ബാക്കി അതർ കേബിൾസ് ആർ നോട്ട് നീഡഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മോഡലർ പവർ സപ്ലൈയിൽ ആവശ്യമുള്ള കേബിൾസ് എല്ലാം കൊടുത്തിട്ട് പവർ സപ്ലൈ സെറ്റ് ചെയ്ത് ഗ്രാഫിക് കാർഡോടെ വെച്ച് ഈ ബിൽഡ് കംപ്ലീറ്റ് ആക്കാം ബോയ്സ്. സോ അപ്പോൾ നമ്മുടെ പുഷ് പുൾ കോൺഫിഗറേഷൻ സക്സസ് ആയി. എവറിത്തിങ് ഇസ് വർക്കിംഗ് ഫൈൻ. അപ്പോൾ ഇനി ഫൈനലി ഇറ്റ് ഇസ് ടൈം ഫോർ ദ ഗ്രാഫിക് കാർഡ്. ഇത്രയും ഒരു എലീറ്റ് ലെവൽ ബിൽഡ് ആകുമ്പോൾ ഗ്രാഫിക് കാർഡിന് ഒരേ ഒരു ഓപ്ഷൻ ആയിരുന്നുള്ളൂ, the RTX 5080 16GB VRAM, one of the highest end graphic cards from NVIDIA. 16GB VRAM ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ 8 ടാസ്കുകളും അതേപോലെ ഗെയിമിംഗ് 2K 4K ഈസി ആയിട്ട് ചെയ്തോളും. പിന്നെ 8K വീഡിയോ പ്രൊഡക്ഷൻ നടക്കും. ഈ വർക്ക് ലോഡ്സ് എല്ലാം സുഖമായിട്ട് നടക്കുന്ന ഒരു ആപ്പ് GPU ആണ് 5080. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന മോഡൽ സോട്ടാക്കിൻ്റെ 5080 സോളിഡ് OC എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സോ നമ്മൾ ഈ കോട്ട് ക്ലയൻറ്റോട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 5070 Ti ആയിട്ടായിരുന്നു. എന്നിട്ട് വി ഗേവ് 2 ഓപ്ഷൻസ്. ഒന്ന് 5070 Ti ഉണ്ട്, പിന്നെ 5080 ആണ്. അപ്പോൾ പിന്നെ ബ്രോ പറഞ്ഞു, എന്തായാലും നമ്മൾ ഇത്രയും ഹയറിനായിട്ട് ബിൽഡ് ചെയ്യുന്നു, ഇനി ഒന്നും നോക്കാൻ 5080 നമുക്ക് പിക്ക് ചെയ്യാം, ഇനി അതിൽ ഒരു കോംപ്രമൈസ് വരുന്നത് വേണ്ട. സോ അതുകൊണ്ട് വി വെന്റ് ഡയറക്ട്ലി വിത്ത് 5080. വെൽ, ഈ സാധനത്തിൻ്റെ ആവശ്യം നമുക്കില്ല, ബിക്കോസ് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ PCI 5.1 കേബിൾ ഉണ്ട്. വി ഡോണ്ട് നീഡ് അഡാപ്റ്റേഴ്സ്. ആൻഡ് ഫൈനലി നമ്മുടെ സോളിഡ് GPU. പേര് പോലെ തന്നെ ദിസ് തിങ് ഇസ് റേറ്റഡ് ഓൺ സോളിഡ്. വളരെ ബീഫി കാർഡാണ്, ട്രിപ്പിൾ സ്ലോട്ടാണ്. നമ്മുടെ ഈ ബിൽഡിന് ഒരു പക്ക കംപ്ലീഷൻ ഡെഫിനറ്റ്ലി കൊടുക്കും ഈ കാർഡ്. സോ ബോയ്സ്, നമ്മുടെ ബിൽഡ് കൈൻഡ് ഓഫ് ഒരു 99% കംപ്ലീറ്റ് ആയി. നമ്മുടെ GPU 5080 സെറ്റ് ചെയ്തു, PCI 5 പവർ കൊടുത്തു, നമ്മുടെ പുഷ് പുൾ കോൺഫിഗറേഷൻ നമ്മൾ സെറ്റ് ചെയ്തു, വിച്ച് വർക്ക്ഡ് വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. ആൻഡ് ബാക്കി മദർ ബോർഡ് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഈ 99% കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു 1% പെൻഡിങ് ഉണ്ടല്ലോ. എന്താണ് 1% എന്നറിയുമോ? നമ്മുടെ ആ റിയാക്ടർ, നമ്മുടെ അയൺമാൻ്റെ ഹാർട്ട് പോലത്തെ സംഭവമുണ്ട്. സോ ഇതുകൂടെ PC-യിൽ വെച്ചാൽ ആ ബിൽഡ് ഇസ് കംപ്ലീറ്റ്. സോ ലെറ്റ്സ് പുട്ട് ദിസ് ഇൻ, ലെറ്റ്സ് കംപ്ലീറ്റ് ദ ബിൽഡ് ആൻഡ് ലെറ്റ്സ് പവർ ഇറ്റ് അപ്പ്. ആൻഡ് ഈ ബിൽഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആക്സറീസ് കൂടെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ, വിച്ച് ഇസ് നമുക്കൊരു ഹൈപ്രെക്സിൻ്റെ സ്റ്റിംഗർ കോർ 2 ഗെയിമിംഗ് ഹെഡ്സെറ്റ്. പ്രൈസ് പെർഫോമൻസിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഹെഡ്സെറ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്. ആൻഡ് ഇതിന് മോണിറ്റർ വേണ്ടി വി ഗോൺ വിത്ത് BenQ EW270Q എന്ന് പറഞ്ഞ മോഡലാണ്, വിച്ച് ഇസ് ഒരു 200 Hz 2K ഗെയിമിംഗ് മോണിറ്ററാണ്. ആറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഇങ്ങനൊരു പീസ് നിങ്ങൾ ബിൽഡ് ചെയ്യാണ് 1080p പിന്നെ പിടിക്കരുത്. 1080p ഇസ് വേ ബിലോ യുവർ വെയിറ്റ് ക്ലാസ്. പിന്നെ 2K ആൻഡ് 4K മേളിലായിട്ട് മാത്രമേ പോകുള്ളൂ. പിന്നെ ഒരു മെക്കാനിക്കൽ ഗെയിമിംഗ് കീബോർഡ് ഫ്രം ടാഗ് ഗെയിമേഴ്സ്. ടാഗിൻ്റെ വോറിയർ എന്ന് പറഞ്ഞൊരു മെക്കാനിക്കൽ കീബോർഡ് ആൻഡ് ഗെയിം ഡിയേഴ്സിൻ്റെ ഒരു ഗെയിമിംഗ് മൗസും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ കംപ്ലീറ്റ്
complete arsenal fully round up ആയി. So CPU ആയി, monitor ആയി, keyboard mouse ആയി, headset ആയി. So ബ്രോന് straight up പോയി യൂസ് ചെയ്യാനുള്ള ഒരു complete setup is ready and the total build and the cost is 3,84,000 rupees. We had an awesome time making this. നമുക്ക് awesome time എന്ന് പറഞ്ഞാൽ we stayed up till like 4 in the morning. ഇപ്പോൾ രാവിലെ almost 5 മണിയായി. We spent all night building this PC and testing everything and everything worked awesome. എല്ലാ high-end tasks easily beat ചെയ്യാൻ പറ്റുന്ന ഒരു complete setup ആണ് Aura. ഇതേപോലത്തെ awesome builds നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? You hit us up. And എങ്ങനെ how can you hit us up? We're on Instagram. നമ്മുടെ Instagram is Griggs Official. That's GRIGS05CIL. നമ്മുടെ 25k family is going strong there. And നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് and if you're not subscribed, make sure you subscribe to our YouTube channel. നമ്മുടെ എല്ലാ ആഴ്ചയും high quality PC build videos അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. And like always നിങ്ങൾക്ക് ഒരു high-end gaming PC, ഒരു work station, ഒരു editing PC, ഒരു rendering machine അങ്ങനെ എന്ത് വേണമെങ്കിലും make sure you visit us. നിങ്ങൾ ട്രിവാൻഡ്രത്താണെങ്കിൽ you can come straight to our office. We're located on the Thiruvallam-Kollam bypass. അങ്ങനെ എല്ലാ if you're anywhere in India, because we ship all over India, you can go to our website. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു build enquiry set ചെയ്യാം and we will get you the absolute best specs. We are your awesome PC bros building your awesome freaking PCs every single time. നിങ്ങൾക്ക് ഒരു PC വേണമെങ്കിൽ hit us up and we will see you in the next one. Till then, this is us saying, cricket baby and peace.